പണ്ടൊരിക്കൽ നടന്ന കാര്യം. ഫ്ലേവർ വില്ല് എന്ന പേരിൽ ഒരു ചെറിയ ഭംഗിയുള്ള സിറ്റിയിൽ രാജ് എന്ന ചെറുപ്പക്കാരനായ ഒരു ചെഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റുള്ള ചെഫുകളെക്കാളും വ്യത്യസ്തനാണ്. അവന് പുതിയ പുതിയ രുചികൾ കണ്ടുപിടിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അവന്റെ സ്വപ്നം ഒരു വ്യത്യസ്തമായ ആഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് അവൻ ഫേമസ് ആകണം. പിന്നെ അത് കഴിക്കുന്നവരൊക്കെ വളരെ സന്തോഷത്തോടെ ചിരിക്കണമെന്നതാണ് അവന്റെ ആഗ്രഹം. ശരി, പുതിയ പുതിയ മസാലകളെ ഒരുമിച്ച് ചേർക്കണം. ഭക്ഷണം നന്നായിരുന്നാലും ഇല്ലെങ്കിലും അത് ചേർക്കണം. അയ്യോ, എന്താണിത്? അല്ല, നീ എന്ത് ചെയ്യുകയാണ്? ഇത്രയും മസാലകൾ ആരെങ്കിലും ഒന്നിച്ചു ചേർക്കുമോ? ശരി അമ്മേ, നിങ്ങളോ ഇങ്ങനെയോ? വരൂ വരൂ. ഇല്ല മോനെ, ഇല്ല, ഞാൻ വരില്ല. അകത്ത് നീ എന്ത് ചെയ്യുന്നെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താ സംസാരിക്കുന്ന അമ്മേ? നിങ്ങൾക്ക് എന്റെ മേലെ സംശയമുണ്ടോ? നിങ്ങൾ തന്നെ നോക്കൂ, എത്ര രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേണ്ട മോനെ, വേണ്ട. ഇത്ര മസാല ഇട്ടത് എനിക്ക് വേണ്ട. അതിന് ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. നീ നിന്റെ പാചകത്തിൽ ശ്രദ്ധിക്ക്. തന്റെ കുടുംബത്തോടൊപ്പം ചെറിയ റെസ്റ്റോറന്റായ ദി ടേസ്റ്റി സ്പൂണിൽ ജോലി ചെയ്യുകയായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും അവിടെ പല വർഷങ്ങളായി പാരമ്പര്യ ആഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ രാജുവിന്റെ ആഗ്രഹം എന്താണെന്നാൽ മെനുവിൽ എന്തെങ്കിലും പുതിയതായി ചേർക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് അവൻ അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു. ചുറ്റിലും വർണ്ണങ്ങൾ നിറഞ്ഞ മസാലാക്കൾ, പിന്നെ ഫ്രഷായ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയതായി എന്ത് ചെയ്യാമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവന്റെ വളരെ ക്ലോസ് ആയ ഫ്രണ്ട് മായ അവിടേക്ക് വന്നത്. അല്ല രാജ്, എന്താണിത്? ഒരേ സമയത്ത് ഇത്ര മസാലകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉറ്റു നോക്കിക്കൊണ്ടില്ല, ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? രാജിന്റെ ഉത്തരം കേട്ടിട്ട് മായ ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. പിന്നെ രാജിന് ദേഷ്യം വന്നു. ചേടാ, എന്താ നീ വിചിത്രമായിട്ടിരിക്കുന്നു? ഞാൻ ഇത്രയും വിശപ്പോടുണ്ട്, പക്ഷെ നീ എന്താന്ന് വെച്ചാൽ പ്രാന്തനെ പോലെ ചിരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് പകരം എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമല്ലോ. എന്ത്, ഞാനോ? നിന്നെ സഹായിക്കാനോ? എന്തു പറ്റി? എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, എന്നെ ശല്യം ചെയ്യില്ലേ, നിനക്ക് പാചകത്തിനെ കുറിച്ച് എന്തറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്തു പറ്റി? നമ്മുടെ സിറ്റിയുടെ വരുംകാല മാസ്റ്റർ ഷെഫ് എന്നോട് സഹായം ചോദിക്കുന്നോ? ഞാൻ സ്വപ്നലോകത്തിരിക്കുകയാണോ? നിന്റെ കളിയൊക്കെ പൂർത്തിയായോ, അല്ലേ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ശരി ശരി, കഴിഞ്ഞു. കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ല, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുന്നു. പക്ഷേ ഇന്ന് ഇത്രയും മസാലകൾ കൺമുൻപ് ഉള്ളപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല പുതിയതായിട്ട് എന്താ ചെയ്യണമെന്ന്. രാജു പറഞ്ഞത് കേട്ടിട്ട് മായയും അതിശയിച്ചു പോയി. അവൾക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് അവൾ അവിടെ സ്ട്രോബെറി കണ്ടത്. രാജ്, നീ എന്തുകൊണ്ട് രുചിയും എരിവും ചേർത്ത് എന്തെങ്കിലും ചെയ്തുകൂടാ ഈ സ്ട്രോബെറികൾ ഉപയോഗിച്ച്? കാറും ഇനിപ്പോ അടിപൊളി, എന്തോ ഒരു ആലോചനയാണ് ഇത്. വളരെ നല്ല ഐഡിയ ആണ്. നമ്മൾ തീർച്ചയായും ഇതുപോലെ തന്നെ ചെയ്യാം. റെഡി ആയിട്ടിരിക്ക്. മായ പറഞ്ഞ ഐഡിയ വർക്കൗട്ടായി. അവർ മാർക്കറ്റിൽ നിന്നും രുചിയുള്ള സ്ട്രോബെറികൾ വാങ്ങിക്കൊണ്ടുവന്നു. നല്ല രുചികരമായ മസാല എടുത്തു, ഒപ്പം പാസ്തയും എടുത്തു. ശരി, വാ ചെയ്തു നോക്കാം. തന്തൂരി സ്ട്രോബെറി പാസ്ത. രാജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്റെ പണി തുടങ്ങി. ആദ്യം അവൻ പാസ്ത വേവിച്ചു. സ്ട്രോബെറി കട്ട് ചെയ്ത് കുറച്ച് തൈര്, കുറച്ച് സ്പെഷ്യൽ മസാല ചേർത്ത് മിക്സ് ചെയ്തു. അത് കലക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ മണം വന്നു. വാവ് രാജ്, എന്തൊരു മണമാണ്! ശരിക്കും നീ കലക്കി കളഞ്ഞു. എനിക്കിത് ഇപ്പോൾ തന്നെ കഴിക്കണമെന്ന് തോന്നുന്നു. ഷെടാ, കുറച്ച് ഓർക്കുമായ, ഇനിയും ഇതിൽ കുറെ ജോലികൾ ബാക്കിയുണ്ട്. രാജ് മിക്സ് ചെയ്തത് ഒന്നിച്ച് ചേർത്ത് ഒരു ബേക്കിംഗ് ഡിഷിലിട്ടു. മുകളിൽ ചീസ് ഇട്ടു. എന്നിട്ട് ഓവനിൽ വെച്ചു. ഇപ്പോൾ രണ്ടുപേരും നിശബ്ദമായി ആ ഓവൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അല്ല, നീ എന്താ കുട്ടികളെ പോലെ ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നത്? നീ പേടിക്കണ്ട. നിന്റെ തന്തൂരി സ്ട്രോബെറി പാസ്ത വളരെ നന്നായി വരും, നോക്കിക്കോ. മായ പറഞ്ഞത് കേട്ട് രാജ് മിണ്ടാതെ ഇരുന്നു. ഒരു വിധത്തിൽ ഓവനിൽ നിന്നും ശബ്ദം വന്നു. അവരാ ഡിഷ് എടുത്തു. പിന്നെ ഒരു രുചിയുടെയും എരിവിന്റെയും മണം അവിടെ വീശി. സ്ട്രോബെറി തിളങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ചീസ് നല്ല മെൽറ്റ് ആയിരുന്നു. വാവ്, കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. വാ, കഴിച്ചു നോക്കാം. രാജുവും മായയും വളരെ ആഗ്രഹത്തോടെ ഓരോ കൈയെടുത്തു. എന്നിട്ട് കഴിച്ചു നോക്കി. ഇത് വളരെ രുചികരമാണ്. രാജ്, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ ശരിക്കും സിറ്റിയുടെ മാസ്റ്റർ ചെഫാണ്. നന്ദി മായ. ശരി, നീ മിണ്ടാതിരിക്കല്ലേ. ഇത് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കഴിക്കാൻ നൽകണം. നോക്കിക്കോ, ഇത് കഴിച്ചിട്ട് എല്ലാരും മയങ്ങിപ്പോയേക്കും. നമ്മൾ തീർച്ചയായും അതുപോലെ തന്നെ ചെയ്യാം. മായ പറഞ്ഞതുകൊണ്ട് രാജ് തന്തൂരി സ്ട്രോബെറി പാസ്തയെ ഹോട്ടലിലെ സ്പെഷ്യൽ മെനുവിൽ ചേർത്തു. അവന് ചെറിയ പേടിയുണ്ടായിരുന്നു.
ജനങ്ങൾ ഇതിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന്. സമയമാകും തോറും റെസ്റ്റോറന്റിലേക്ക് ജനങ്ങൾ വരാൻ തുടങ്ങി. രാജ്, കമോൺ, ഇപ്പോൾ നിന്റെ കഴിവ് കാണിക്കേ. ആ രാജ് ആദ്യമായി ഒരു കുടുംബത്തിന് തന്റെ സ്പെഷ്യൽ ഡിഷ് വിളമ്പിക്കൊടുത്തു. ഡിഷ് കണ്ടിട്ട് അവർ ആദ്യം ഒന്ന് ചിന്തിച്ചു. പക്ഷേ കുറച്ച് എടുത്ത് കഴിച്ചതും തന്നെ അവരുടെ മുഖത്ത് സന്തോഷം വന്നു. വാവ്, ഇത് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ചെയ്തത് ആരാണ്? സർ, ഇത് ഞാനാണ് എൻ്റെ കൈകൊണ്ട് ചെയ്തത്. അടിപൊളിയാണ് മോനെ, നിങ്ങൾ ഒരുപാട് അത്ഭുതം ചെയ്തു. ഈ ഡിഷ് വളരെ രുചിയായിട്ടുണ്ട്. സൂപ്പർ. കസ്റ്റമർ പുകഴ്ത്തുന്നത് കേട്ടിട്ട് രാജിന് വളരെ സന്തോഷമായി. പിന്നെ കുറച്ചു ദിവസത്തിനകം ഈ സ്പെഷ്യൽ ഡിഷ് സിറ്റി മുഴുവൻ വളരെ ഫേമസ് ആയി. ദൂരെ നിന്നൊക്കെ ജനങ്ങൾ ഇത് കഴിക്കാനായി വന്നു. എല്ലാവർക്കും ഈ രുചിയുള്ള സ്ട്രോബെറി ചീസിന്റെ മിക്സിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ രാജിന്റെ സ്വപ്നം പതുക്കെ പതുക്കെ സത്യമാകാൻ തുടങ്ങി. പക്ഷേ വിജയത്തോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങളും വന്നു. ഇത്ര ഡിമാൻഡ് ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്ട്രോബെറി മുഴുവൻ തീർന്നുപോയി. റെസ്റ്റോറന്റിലും ആളില്ലാതെയായി. എന്റെ ദൈവമേ, എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു? എന്റെ തന്തൂരി സ്ട്രോബെറി പാസ്തയ്ക്കുള്ള ഡിമാൻഡ് അധികമായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ സ്ട്രോബെറി മൊത്തം തീർന്നു പോയി. ഇതുപോലെ നടക്കോ? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ശാന്തമായിരിക്കൂ രാജ്. ദേ നോക്ക്, മാർക്കറ്റിലേക്ക് വരുന്ന വഴിയിൽ ഒരു ബ്രിഡ്ജ് ഉടഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇന്ന് സ്ട്രോബെറി വന്നെത്താത്തത്. ഇത് ഇന്നൊരു ദിവസമല്ലേ, ദിവസവും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അത് എന്തെങ്കിലും ആവട്ടെ മായ, പക്ഷേ കസ്റ്റമർ ഇത് മനസ്സിലാക്കാറില്ലല്ലോ. ഞാൻ അവരിന് എന്ത് ഉത്തരം പറയാനാ? പാവം രാജ്, പെട്ടെന്ന് വന്ന ഈ പ്രശ്നം കാരണം അവൻ വളരെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് മായ ഒരു ഐഡിയ നൽകിയത്. രാജ്, നമ്മൾ എന്തുകൊണ്ട് അടുത്തുള്ള പട്ടേൽ ചേട്ടനെ ചെന്ന് നോക്കിക്കൂടാ? അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി തന്റെ പേരക്കുട്ടികൾക്കായി പഴങ്ങൾ കൃഷി ചെയ്യുന്നു, സ്ട്രോബെറിയും തന്നെ. ഒരുപക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം സഹായിച്ചേക്കാം. പക്ഷേ അദ്ദേഹം സഹായം ചെയ്യുമോ? നമ്മൾ ശ്രമിച്ചു നോക്കാം. രാജിന് മായയുടെ ഈ ആലോചന വളരെ ഇഷ്ടമായി. അവർ സമയം പാഴാക്കാതെ നേരെ പട്ടേൽ ചേട്ടനെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് രാജ് അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാജിന്റെ പ്രശ്നം കേട്ടിട്ട് പട്ടേൽ ചേട്ടൻ പറഞ്ഞു, പറയണമെങ്കിൽ എൻ്റെ പാടത്ത് വിളയുന്ന പഴങ്ങളെ ഞാൻ വ്യാപാരം ചെയ്യുന്നില്ല. പക്ഷേ നിന്റെ കാര്യം വേറാണ്. നീ നിന്റെ കസ്റ്റമറുകൾക്ക് പാചകം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് രാജ് മോനെ, ഞാൻ തീർച്ചയായും നിനക്ക് സഹായം ചെയ്യുന്നു. ഒരു വിധത്തിൽ എല്ലാം ശരിയായി. പട്ടേൽ ചേട്ടന്റെ സഹായം കൊണ്ട് റെസ്റ്റോറന്റ് വീണ്ടും നടന്നു. രാജിന്റെ അധ്വാനത്തിന് ബലം കിട്ടി. അവൻ മുഴുവൻ സിറ്റിയിലും മാന്ത്രിക രുചിയുള്ള ചെഫ് എന്ന പേരിൽ പ്രസിദ്ധനായി. അതുമാത്രമാണോ, കുറച്ചു മാസങ്ങളിൽ തന്നെ ദി ടേസ്റ്റി സ്പൂൺ ഈ സിറ്റിയിലെ ഫേമസ് ആയ സ്ഥലമായി മാറി. ഒപ്പം റെസ്റ്റോറന്റും വലുതായി. ഇപ്പോൾ രാജ് കുക്കിംഗ് ക്ലാസ്സും എടുക്കാൻ തുടങ്ങി. കൊള്ളാമല്ലോ മാസ്റ്റർ ഷെഫ്, നിങ്ങൾ വളരെ വലിയ ആളായി മാറിയിരിക്കുന്നു. അതെ, അല്ലാതെ പിന്നെ. ഞാൻ രാത്രിയും പകലും ശ്രമിക്കുന്നു. നിന്നെ പോലെ അല്ല, എപ്പോൾ വന്നാലും മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ. കൊള്ളാം, നീ കുറച്ച് ഫേമ കിട്ടിയതും നീ ആകാശത്തിനെ തൊട്ടതുപോലെയാണല്ലോ. മറന്നു കളയല്ലേ. ഈ ഡിഷ് ഉണ്ടല്ലോ, അതായത് ഈ സിറ്റി മുഴുവൻ നീ ഫേമസ് ആയത്, അതിന് ഐഡിയ നൽകിയത് ഞാനാണ്. ശരി ശരി ശരി, മതി, വിട്ടേക്ക്. ഇതുപോലെ അധ്വാനം, ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ചെറിയ ഐഡിയ കൊണ്ട് രാജിന്റെ സ്വപ്നം നിറവേറി. ഫ്ലേവർ വില്ലിലെ ജനങ്ങൾ ഓരോ വായ് രുചിയിലും ആ ചൂടുള്ള രുചി അനുഭവിക്കാൻ തുടങ്ങി. ഇതാണ് ചെഫ് രാജുവിന്റെയും മായയുടെയും കഥ.